ഉത്തരമാറ്റിലാണെങ്കിൽ അനാമികയെ അറസ്റ്റ് ചെയ്ത് നന്ദു. അങ്ങനെ അനാമികയും നമ്മുടെ അനിയും തമ്മിലുള്ള വിവാഹമോചനം നടക്കുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. തുടർന്ന് പുതിയ കേസ് നമ്മുടെ നന്ദു കണ്ടെത്തുന്നുണ്ട്. അതായത് അനാമികയുടെയും നമ്മുടെ വേണുവിൻ്റെയും ചതികളുടെ ഒരു ലിസ്റ്റ് എടുക്കുന്നുണ്ട് എന്ന് സാരം. തുടർന്ന് അവരുടെ ശല്യം എന്നേക്കുമായിട്ട് ഒഴിവാക്കാനായിട്ട് അവരെ അറസ്റ്റ് ചെയ്യാനായിട്ട് നന്ദു വീണ്ടും ഇറങ്ങിത്തിരിക്കുകയാണ് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. കോടതിയിൽ നിന്നും അനി വിചാരിക്കുന്നതിലുപരി നവീൻ നല്ലൊരു കളി കളിച്ച് അനിക്ക് വിവാഹമോചനം വാങ്ങി നൽകുന്നുണ്ട്. അനി വിചാരിച്ചിരിക്കുന്നത് ചതിക്കുമെന്നാണ്. പക്ഷേ ചതിക്കുന്നൊന്നുമില്ല എന്ന് കാണാൻ സാധിക്കും. ചതിയില്ല എന്ന് തിരിച്ചറിയുമ്പോൾ അനി നവീനോട് നന്ദി പറയുന്നുണ്ട് എന്നും കാണാനായിട്ട് സാധിക്കും. ഇതേ സമയം നന്ദിയൊന്നും തനിക്ക് ആവശ്യമില്ല എന്ന് നവീൻ പറയുന്നൊരു കാഴ്ചയും കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ ജലജയുടെ മാറ്റമാണ് കാണാൻ കഴിയുക. ജലജയ്ക്ക് പകരമായി ചെമ്പനീർ പൂവിലെ ചന്ദ്രമതി അങ്ങനെ പുതിയ ജലജയായി വേഷം കെട്ടി ആടുന്നൊരു കാഴ്ച കാണാൻ സാധിക്കും. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, ഇതേ സമയമാണെങ്കിൽ നമ്മുടെ ജലജ തറവാട്ടിലേക്ക് കയറുമ്പോൾ ജലജയെന്ന് വിളിക്കുന്നൊരു കാഴ്ചയും കാണാൻ കഴിയുന്നു. അപ്പോൾ സബ്സ്ക്രൈബ്